ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വ്യവസായി ഡി മണിക്കായി എസ്ഐടിയുടെ പ്രത്യേക സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ അന്വേഷണം. അതേസമയം കർണാടകയിലെ ബെല്ലാരിയിൽ എസ്ഐടി വീണ്ടും പരിശോധന ആരംഭിച്ചു. കേസിൽ അറസ്റ്റിലായ ഗോവർദ്ധന്റെ രഥം ജ്വല്ലറിയിലടക്കം വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി ഡി മണിക്കെതിരെ മൊഴികളും വിവരങ്ങളും ലഭിച്ച പശ്ചാത്തലത്തിലാണ് എസ്ഐടിയുടെ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. ചെന്നൈയിലെത്തിയ പ്രത്യേക സംഘം ഡി മണിയുമായി ബന്ധപ്പെടുന്ന അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിഗ്രഹക്കടത്തിൽ ഡി മണി ഇടനില നിന്നു എന്നതായിരുന്നു എസ്ഐടിക്ക് ലഭിച്ച മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആരാണ് ഡി മണി എന്നതും അയാൾക്ക് എന്താണ് ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധം എന്നുമുള്ള കാര്യം എസ്ഐടി പരിശോധിക്കുന്നത്. അതേസമയം എസ്ഐടിയുടെ ഒരു സംഘം വീണ്ടും കർണാടകയിലെ ബെല്ലാരിയിലെത്തി. ബെല്ലാരിയിൽ വ്യാപകമായി പരിശോധന നടത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ കേസിൽ അറസ്റ്റിലുള്ള ഗോവർദ്ധന്റെ രഥം ജ്വല്ലറിയിലും വീണ്ടും പരിശോധന നടത്തും. മുൻപ് നടത്തിയ പരിശോധനയിൽ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. കേസിൽ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് എസ്ഐടി വീണ്ടും ബെല്ലാരിയിൽ എത്തിയത്. കെ.പി. ശങ്കർദാസ്, എൻ. വിജയകുമാർ എന്നിവർക്ക് എസ്ഐടി നോട്ടീസ് അയച്ചു. ഈ മാസം 26-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.